അല്ലെങ്കിൽ പല രീതിയിലും നമ്മളോട് ഒരിക്കൽ പോലും ഇവർ ആദ്യം ഇങ്ങനെയാണ് കാര്യങ്ങൾ, ഇങ്ങനെയാണ് സംഭവം ഒന്നും പറയത്തൊന്നുമില്ല. ഗ്രാജുവലി പറഞ്ഞ് നമ്മളുടെ ആ മാനസിക അവസ്ഥയെ ചൂഷണം ചെയ്ത്, നമ്മുടെ വീട്ടിലെ പ്രശ്നങ്ങളെ ചൂഷണം ചെയ്ത് സംസാരിക്കും. ഒരു 3 വർഷം മുമ്പാന്ന് തോന്നുന്നു, ഒരിക്കലൊരു സ്ത്രീ എന്നെ വിളിച്ചായിരുന്നു. ഗൾഫിൽ നിന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ആ സ്ത്രീ എന്നോട് പറഞ്ഞത്, ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിനെപ്പറ്റി. ഇതേപോലെ തന്നെ നാട്ടിൽ ആ പെൺകുട്ടിയുടെ ഒരു ബന്ധു വന്നിട്ട് സംസാരിച്ച് ഈ പെൺകുട്ടിക്ക് ജോലി ശരിയാക്കി കൊടുക്കാം, അതായത് ബ്യൂട്ടി പാർലറിൽ ജോലി ശരിയാക്കി കൊടുക്കാം എന്ന് പറഞ്ഞാണ് കൊണ്ടുപോയത് ദുബായിലോട്ട്. ഇത് കൊണ്ടുപോയി കഴിഞ്ഞിട്ട് ഈ പെൺകുട്ടിയെ വളരെ മോശമായ രീതിയിലേക്ക് പല കാര്യങ്ങൾക്ക് ചെയ്യാൻ നിർബന്ധിക്കുകയും ഇതിനെ അടിക്കുകയും ഒത്തിരി ഉപദ്രവിക്കുകയും ഇതിനെ റൂമിൽ പൂട്ടിയിടുകയൊക്കെ ചെയ്തു. അപ്പം ഇത് എങ്ങനെയോ അവിടുന്ന് ഇതിന് ഒരു സൗകര്യം കിട്ടിയിട്ട് ഇത് നാട്ടിലേക്ക് ഇതിൻ്റെ പേരൻസിനെ വിളിച്ചു. അപ്പം ഇതിൻ്റെ അമ്മയാണോ അപ്പനാണോ പറയുകയാണ്, നീ എങ്ങനെയും അവിടെ പിടിച്ചു നിൽക്കാൻ നോക്ക്, കാരണം വീട്ടിലെ കടങ്ങൾ തീരണ്ടേ, അനീതിമാരെ കല്യാണം കഴിപ്പിക്കണ്ടേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ അതായത് വീട്ടുകാരും കൂടെ അറിഞ്ഞുകൊണ്ടാണ് ഈ പെൺകുട്ടിയെ ശരിക്കും പറഞ്ഞാൽ ഒരു കച്ചവടം നടത്തി കൊണ്ടുപോകുന്നത്. എന്നോട് ആ സ്ത്രീ പറയാണ്, ഞാൻ ആ വീട്ടുകാരോട് അന്ന് ഞാൻ അവരെ എൻ്റെ മനസ്സിൽ നിന്നെടുത്ത് കളഞ്ഞു. കാരണം സഹോദരങ്ങളെ സംരക്ഷിക്കാനും അപ്പനെ അമ്മയെ സംരക്ഷിക്കാനും അല്ലെങ്കിൽ വീടിലെ കടം വീട്ടാനും ഞാൻ എൻ്റെ ശരീരം വിറ്റ് ഇവിടെ കഴിയുകയാണ്. ഇപ്പം ഞാൻ കഴിയുന്നുണ്ട്, ഇപ്പം എനിക്ക് അത്യാവശ്യം നല്ല ക്ലയൻസ് ഉണ്ട്, എനിക്ക് നല്ല സമ്പാദ്യമൊക്കെ ഉണ്ടെന്നൊക്കെ പുള്ളിക്കാർ പറയുന്നുണ്ട്. പക്ഷേ എങ്കിലും ഉള്ളിലുണ്ടാകുന്ന ആ ഒരു വിഷമം പലപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ, എല്ലാവരും പറയും സ്ത്രീകളെ കൊണ്ട് നശിപ്പിക്കുന്നത് പുരുഷന്മാരാണ്. ശരിയാണ്, സ്ത്രീകളെ കൊണ്ട് നശിപ്പിക്കുന്നത് പുരുഷന്മാർ തന്നെയാണ്. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നൊരു കാര്യമുണ്ട്, ഇതിന് പലപ്പോഴും ഒത്താശ പാടുന്നത് സ്ത്രീകൾ തന്നെയാണ്. സ്ത്രീകളെ കൊണ്ട് ചതിയിൽ കൊണ്ട് എത്തിക്കുന്നതിനകത്തെ പ്രധാന ഘടകങ്ങളൊന്ന് സ്ത്രീകൾ തന്നെയാണ്. ഒരു പക്ഷേ ഇവർ ചിലപ്പോൾ ഇതേപോലെ വന്നവരായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റു സാഹചര്യത്തിൽ വന്നതായിരിക്കാം, ഇതെല്ലാം ബിസിനസ്സായിട്ട് കാണുന്നതായിരിക്കും. ഞാനീ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഗൾഫിലേക്ക് നല്ലൊരു ശമ്പളം കിട്ടുമെന്ന് കരുതി ചാടിപ്പുറപ്പെട്ടു പോരുന്ന പ്രത്യേകിച്ച് പെൺകുട്ടികൾ ശ്രദ്ധിക്കണം. കാരണം ഇത് വന്ന് നിങ്ങൾ എത്തപ്പെടുന്നത് വളരെ മോശപ്പെട്ട രീതിയിലേക്കാണ്. ഇതേപോലെ തന്നെ എനിക്ക് വേറൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭർത്താവിനെയും 2 കുട്ടികളെ ഉപേക്ഷിച്ച് അവിടെ കണ്ട് പരിചയപ്പെട്ടൊരു കാമുവിൻ്റെ പുറകെ പോയൊരു പെണ്ണുണ്ട്.